പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവിറങ്ങി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റേതാണ് ഉത്തരവ്. KR സാജു വിവരങ്ങൾ നൽകും. സാജു, ഉത്തരവിൽ എന്താണ് പറയുന്നത്? കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഒരു വന്യജീവിയെ അക്രമകാരിയായ വന്യജീവിയെ പിടികൂടുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണം. ആ സമിതിയുടെ ശുപാർശ അനുസരിച്ച് വേണം തീരുമാനമെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന്റെ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ, ഈ മരണം പുറത്തു വന്നപ്പോൾ തന്നെ അത്തരം ഒരു സമിതി രൂപീകരിച്ചു. ഈ സമിതിയുടെ ശുപാർശ കണക്കിലെടുത്താണ് ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് പ്രകാരം ആദ്യം കൂട് വെച്ചോ മയക്കുവെടി വെച്ചോ പിടിക്കാൻ ശ്രമിക്കും. അത് പരാജയപ്പെട്ടാൽ വെടിവെച്ചു കൊല്ലാം എന്നാണ് SOP പ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ്. അതിനുവേണ്ടി SOP പ്രകാരമുള്ള മറ്റ് നടപടിക്രമങ്ങൾ പാലിച്ച് തുടർ നടപടികൾ എടുത്തു വരികയാണെന്നും വനം വകുപ്പ് അറിയിക്കുന്നു. പക്ഷേ ഈ ഉത്തരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഉത്തരവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഉത്തരവ്, വെടിവെച്ചു കൊല്ലാം എന്ന ഉത്തരവ് ഇതിനു മുമ്പ് ഇട്ടതായി ഓർമ്മയില്ല എന്നാണ് മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മയക്കുവെടി വെക്കാനാണ് സാധാരണഗതിയിൽ നമ്മൾ ഉത്തരവിറക്കാറുള്ളത്. പക്ഷെ ഇങ്ങനെ വെടിവെച്ചു കൊല്ലാം എന്ന ഉത്തരവിറക്കാനുള്ള കാരണവും ഈ ഉത്തരവിൽ ശുപാർശയുടെ ഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ കടുവ നരഭോജി കടുവയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. വനത്തിന് 100 മീറ്റർ അപ്പുറത്ത് നിന്ന് വെച്ചാണ് ഈ സ്ത്രീയെ ഈ കടുവ ആക്രമിച്ചത്. തുടർന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു വനത്തിനുള്ളിലേക്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കടുവയെ ഈ പ്രദേശത്ത് പിന്നീട് ഒരു വനം വകുപ്പ് വാച്ചർ കണ്ടതായി കൂടി പറയുന്നുണ്ട്. ഇത് ജനവാസ കേന്ദ്രത്തോട് ചേർന്ന ഭാഗത്ത് കണ്ടതായി കൂടി ഈ ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കടുവയെ വെടിവെച്ചു കൊല്ലാം എന്ന ശുപാർശ നൽകിയത്. ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് നോർത്ത് സർക്കിൾ അങ്ങനെ ഒരു ശുപാർശ നൽകി. ആ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് വയനാട്ടിലിറങ്ങിയ നരഭോജി കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളാണ് KR സാജു നൽകിയത്.